അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എങ്ങനെയൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. DFRA എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ആദ്യമായി ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ നിന്ന് 1,70,00,000 രൂപയായിരുന്നു കളക്ഷൻ കിട്ടിയത്. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, പൊതുവെ കളക്ഷൻ കുറവാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് 24,40,00,000 എത്തിയിരിക്കുന്നു. ഇന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് 25 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കർണാടകത്തിൽ നിന്ന് ഇന്നലെ കിട്ടിയത് 15 ലക്ഷം രൂപയാണ്. അങ്ങനെ 3,15,00,000 കർണാടക കളക്ഷൻ എത്തുന്നു. തെലുങ്കാന, ആന്ധ്രയിൽ നിന്ന് 46 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 1,89,00,000 എത്തുന്നു. കേരളത്തിൽ നിന്ന് 24,40,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യ മേഖലയിൽ നിന്ന് 1,20,00,000 എത്തുന്നു. അങ്ങനെ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്ന 31,10,00,000 രൂപയാണ്. 31,10,00,000 ഓവർഫീസ് കളക്ഷൻ 24,15,00,000, അങ്ങനെ 55,25,00,000 രൂപയാണ് ഇതിൻ്റെ കളക്ഷനായിട്ട്, വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കാണിക്കുന്നത്. അപ്പം DFRA എന്ന ചിത്രം വൻ രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഇന്നും കാണുന്നത്. ഇന്നും ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡായിട്ട് ഒരു 3 കോടിക്ക് മുകളിൽ ഉള്ള തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നും നാളെയും കൊണ്ട് എനിക്കൊന്ന് തിങ്കളാഴ്ച കഴിയുമ്പോഴത്തേന് ഏകദേശം 70 കോടിക്ക് മുകളിലേക്ക് ഈ ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട് അടുത്ത തിങ്കളാഴ്ച. അപ്പം വളരെ വേഗം 100 കോടി കടക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇത് A സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രമാണ്. കുടുംബ പ്രേക്ഷകരെല്ലാം പൊതുവെ ഈ പ്രേതകഥയൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം കുട്ടികളെ കൊണ്ടുപോകാൻ ഫാമിലി പൊതുവായിട്ട് കയറുന്നത് എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ടുപോകുന്ന, കുട്ടികൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങളാണ് ഫാമിലി പ്രേക്ഷകർ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ മാർക്കോ തന്നെ കണ്ടു, A സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രമായിരുന്നു. അപ്പം മുക്കിയും മൂളിയാണ്, ഭയങ്കര ഹൈപ്പൊക്കെ കിട്ടിയാണ്. പക്ഷേ അന്യഭാഷയിലൊക്കെ മാർക്കോയ്ക്ക് വൻ കളക്ഷൻ നേടിയപ്പോഴാണ്, ഹിന്ദി ബെൽറ്റിൽ നിന്നൊക്കെ നല്ല കളക്ഷൻ നേടിയപ്പോഴാണ് 100 കോടി കടക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഈ A സർട്ടിഫിക്കറ്റ് കിട്ടിയ ഈ ചിത്രം എങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്നാലും 100 കോടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്. അപ്പോൾ എല്ലാം കാത്തിരുന്ന് കാണാം. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്ന ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 60 കോടി പിന്നിടും എന്നാണ് നമ്മൾ കരുതുന്നത്. 60 കോടി ഇല്ല, ഒരു 58-59 കോടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പിന്നെ ശനി ഞായർ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം മതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ